പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞപ്പോയി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? വാലന്റൈൻസ് ഡേ ആണ് ഗൈസ്. കുഞ്ഞപ്പ കുഞ്ഞപ്പൻ എന്താ വാങ്ങിച്ചത്? ഡയറി മിൽക്ക്. ഗൈസ്, അവർ രാവിലെ തന്നെ ചേട്ടൻ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ എണീറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് സത്യത്തിൽ വാലന്റൈൻസ് ഡേ ആയിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരെയും എണീപ്പിച്ച് പറ്റിച്ചാണ് രാവിലെ എണീറ്റപ്പോ ആളെ കാണില്ല കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തിന് വല്ല ചിക്കൻ വാങ്ങിക്കാൻ പോയി. അപ്പൊ രാത്രി കിടക്കാൻ നേരത്തെ രാവിലെ ഞാൻ പോയി ചിക്കൻ വാങ്ങിച്ചോണ്ട് വരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതാണെന്ന് വിചാരിച്ചിരുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ. ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലേ, അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണമെന്നൊന്നും ഇല്ല. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ച് കഴിക്കണല്ലേ. അപ്പം ചേട്ടൻ പോയിട്ട് ഇത് ഡയറി മിൽക്ക് അല്ല, ഇതെന്തെന്നാ? ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഈ ജിമ്മിലൊക്കെ പോണോണ്ട് ഇതിൻ്റെ അകത്ത് കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്. ഈ ഡയറി മിൽക്ക് കൊള്ളത്തില്ല, ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചോണ്ട് വന്നാണേ. ഇത് കാണിച്ചു കൊടുത്തേ, ആ പുലിയുടെ പടം കാണിച്ചു കൊടുത്തേ. എനിക്ക് ആദ്യം തുറന്നു നോക്കിയപ്പോ ഇത് എന്ത് സാധനം, ഞാൻ ഓർത്തെ എന്ത് ക്രയോൺസ്, എനിക്ക് എന്താ വേറെ എന്തോ പോലെ തോന്നിയത്. പുലിമിഠായിയാണ്. ഇച്ചിരി ടേസ്റ്റ് ചെയ്യട്ടെ. എന്റെ പല്ല് വേദന എടുക്കണം. ഇത് കൊണ്ട് എന്തിനാ ഫ്രീസറിൽ വെച്ചത്? ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇവനാണോ കൊണ്ട് വെച്ചത്? ഓ എന്റെ പൊന്നെ, എങ്ങനെയുണ്ട്? കയ്പ്പ് 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 കയ്പ്പ്. ഒരു വർഷം കൊടുത്താ എന്റെ പൊന്നോ. ഫ്രിഡ്ജിൽ കൂടി വെച്ചിട്ട് കടിക്കാൻ നല്ല പാടാണ് കേട്ടാ. ബദാമുണ്ടാ? ബദാമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ. പക്ഷെ ഇത് എന്താ ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പം ഇതിന് ചെറിയൊരു കയ്പ്പുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇറക്കാൻ നേരത്തെ ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യും. മധുരവും കയ്പ്പും എല്ലാം കൂടിയാണ്. അപ്പം എന്തായാലും രാവിലത്തെ ആ ഷോർട്സ് ഞാൻ ഇട്ടേക്കാവേ. അപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തു പോവാണ് ഗൈസ്. അതായത് ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പുറത്തു പോകാം, എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കാം. അതിൻ്റെ ഒരു പുറത്ത് പോയിട്ടുള്ള കാഴ്ചകൾ, ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് എവിടെ എന്തൊക്കെ പരിപാടികളുണ്ട്, പുറത്ത് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും ഇന്നത്തെ വ്ളോഗേ. ഉണ്ടപ്പോൾ അടിമയറ്റിലും മഞ്ഞുള്ള രാത്രി നിന്റെ ചിരി അത് കണ്ടപ്പോൾ. ഇങ്ങോട്ട് വേടാ. അയ്യോ നെഞ്ചിൽ ഇവിടെ നോക്കടാ കുഞ്ഞിപ്പാ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ വെക്കണല്ലോ ഹെൽമെറ്റ്. യാത്ര ചെയ്ത് ഞങ്ങളൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ ചാടി ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. അങ്ങനെ കുഞ്ഞപ്പൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബിരിയാണി മതിയമ്മയെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ കൊച്ചിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ സാധനം ഈ ഇറച്ചിച്ചോറാണ്. ഇറച്ചിച്ചോറ് ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഉണ്ടോയെന്ന് അറിയില്ല, തീർന്നോന്ന് അറിയില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവസാനം ഒരു പ്ലേറ്റ് കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നണേ ആ സാധനം തീർന്നിട്ട് ഈ ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയ ആ ഒരു പാത്രം ഉണ്ടല്ലോ, ചെമ്പ്, അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ചോറാണ് അവർ കോരിക്കൊണ്ട് വന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഒരു ഇച്ചിരി ചോറ് നമുക്ക് കണ്ടാൽ അറിയാം, അടി പിടിച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞപ്പന് കൊടുത്ത്. പിന്നെ അതേ പുളിങ്കറി, ഒരു രക്ഷയില്ല, മറ്റേ ഈന്തപ്പഴമൊക്കെ ഇട്ട ഒരു പുളിങ്കറി ഉണ്ടല്ലോ, അതാണ് ഈ ഇറച്ചിച്ചോറിൻ്റെ മെയിൻ സംഭവം. അതും കൂട്ടി കഴിച്ചാൽ പിന്നെ ഒന്നും അറിയത്തില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. റൈസിന് വേറെ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് സാധനം അത് പെട്ടെന്ന് അവിടെ തീരും. നമ്മളവിടെ ചെന്നപ്പോൾ 2-2:30-3 മണിയായി കേട്ടോ ഈ ചോറ് തിന്നപ്പോൾ. അപ്പോൾ സാധനം തീർന്നിട്ട് ഏറ്റവും അടിയിലത്തെ ചോറാണ് ഇതെന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ അത് ചേട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചേട്ടൻ്റെ ബിരിയാണിയിൽ നിന്ന് പകുതി കുഞ്ഞപ്പന് കൊടുത്തിട്ട്, പകുതിയല്ല കുറച്ച് ചോറ് കുഞ്ഞപ്പന് കൊടുത്തു കേട്ടോ. അവൻ എന്നിട്ട് അത് മൊത്തം തിന്നില്ല. അപ്പോൾ പോകുന്ന വഴി ഇത് സെൻട്രൽ സ്ക്വയർ ആണ് കേട്ടോ. പണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഹണിമൂണിന് പോയത് ഇവിടെയാണ്, ഈ സെൻട്രൽ സ്ക്വയറിൽ. പക്ഷേ ഞങ്ങൾ സെൻട്രൽ സ്ക്വയറിൽ കയറിയില്ല, നേരെ ലുലുവിലോട്ട് പോയി കേട്ടോ. ലുലുലാകുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പോയത്. കുഞ്ഞപ്പനാണെങ്കിൽ നല്ല ഉറക്കായിരുന്നു കേട്ടോ. ലുലു ചെന്നിട്ട് ഞാൻ തട്ടി കുലുക്കി വിളിച്ചാണ് എണീറ്റതേ. ചെന്നപ്പോൾ തന്നെ അവൻ ഞാൻ ഇവിടെ കളിച്ചോളാം അമ്മേ, നിങ്ങൾ പോയി എല്ലാം കണ്ടിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ നിർബന്ധിച്ചേടാ, മുകളിൽ എന്തെങ്കിലും പരിപാടി കാണും, നമുക്ക് അതൊക്കെ കണ്ടിട്ട് കളിക്കാമെന്ന്. പക്ഷെ ഒരു രക്ഷയില്ല, ഇത് കണ്ടില്ലേ, ആ ബോൾസിൻ്റെ ഇടയിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവനെ. അങ്ങനെ അവൻ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയപ്പോഴാണ് ഒരു എഞ്ചിൻ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു പോർഷയുടെ എഞ്ചിനാണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും ഈ എഞ്ചിനൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ട് കാണുമ്പോഴേ. പിന്നെ അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഫ്ലവേഴ്സ് ഫെസ്റ്റ് ആണ് കേട്ടോ. ഫ്ലവേഴ്സ് ഷോ ആണ്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ഇതിന് മുമ്പ് ചെന്നപ്പോഴും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അത് ഫോർമാലിലാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് എന്തുണ്ടെന്ന് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് ആ നടുക്ക് ഒരു തല കണ്ട, ആ തലയുടെ മുകളിൽ കുറച്ച് റെഡ് ഫ്ലവേഴ്സ്, റെഡ് അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. എൻ്റെ വിചാരം കുറേ റെഡ് ബലൂൺസ്, ഹേർട്ടിൻ്റെ ബലൂൺസ് ഒക്കെ നിറച്ചുണ്ടായിരിക്കും, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ എന്താ വെച്ചാൽ വിത്തുകളുണ്ടായിരുന്നു, പിന്നെ തൈകളുണ്ടായിരുന്നു, അത് ഇത് മറ്റേത് മറിച്ചത്, ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് വാലന്റൈൻസ് ഡേ വൈബ് തോന്നി. അതായത് അവിടെ ഒരുപാട് റെഡ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ദാ ഇത് തന്നെ ഒരു കണ്ടില്ലേ നല്ലൊരു ഒരു ഒരു വാലന്റൈൻസ് ഡേ മൂഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പെറ്റ്സ് കെയർ ആണ്. അവിടെ ദേ ഫൈറ്റേഴ്സിനെയൊക്കെ വെച്ചേക്കുന്നത് കണ്ടാ. നമ്മുടെ വീട്ടിലുള്ള ഫൈറ്റേഴ്സില്ലേ അതുപോലെ കേട്ടോ. ഇവന്മാർ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇടി വെക്കുന്നതുകൊണ്ട് പല പല ഇതിലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ദേ കുഞ്ഞനെലികൾ. കുഞ്ഞനെല്ലിയുടെ പേരെന്തായിരുന്നു ഞാൻ വീണ്ടും മറന്ന്. ഹാംസ്റ്റർ അല്ലേ? അത് കഴിഞ്ഞ് ദേ പാരറ്റ്സിനെ ഈ നമ്മുടെ പെറ്റ്സിനെ വളർത്താൻ പറ്റുന്ന കൂടുകൾ കേജികൾ, അതുപോലെ അവരുടെ ഫുഡ് എല്ലാ സാധനം എ ടു ഇസഡ് ഒരു പെറ്റിനെ വീട്ടിൽ വളർത്തുമ്പോൾ എന്തൊക്കെ വേണം അതിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെന്താണെങ്കിലും ഒന്നിനെയും വളർത്തുന്നില്ലല്ലോ. നോക്കിക്കേ രണ്ടുപേരും വാലന്റൈൻസ് ഡേ ആയിട്ട് കപ്പിളടിച്ചിരിക്കുകയാണേ. ചിലവർ ബ്രേക്കപ്പ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, സിംഗിളായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണേ. ഈ ലുലുമാൾ ഇപ്പം എത്ര പ്രാവശ്യം ലുലുവിൽ പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഇതുവരെ ഞാൻ ലുലുമാൾ മൊത്തത്തിൽ കണ്ടു തീർന്നിട്ടില്ല, ഇതുവരെ കണ്ടു തീർന്നിട്ടില്ലേ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞപ്പനെ ചെന്ന് വിളിച്ചിട്ടാണെങ്കിൽ അവന് വരാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞു പൊന്നാ ഇനി പിന്നെ വരുമ്പോൾ കേട്ടാം പ്ലീസ് വാ. കാരണം കുഞ്ഞപ്പൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം മുകളിലോട്ടൊന്നും പോയില്ല. തിരിച്ച് താഴെ വന്ന് കുഞ്ഞപ്പനെ വിളിച്ച് തിരിച്ച് പിന്നെ അവനെയും കൊണ്ട് മുകളിൽ പോയി. വിയർത്ത് കുളിച്ചൊരു പരിവായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ മോനെ കണ്ടില്ലേ, ഒരു റെഡ് തൊപ്പി വെച്ചിട്ട് ഒരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സിനെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ശരിക്കും അവിടെയാണ് ഈ വാലന്റൈൻസ് ഡേ നടക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവിടെ ഇല്ലാത്ത ഒരു സാധനം ഇല്ല. ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരുപാട് ചോക്ലേറ്റ്സും ഗിഫ്റ്റും കാര്യങ്ങളും എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞപ്പം ദേ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡോണറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പലതരം ഐസ്ക്രീംസ്, ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതാണ് കുഞ്ഞപ്പനി എടുത്തത് കേട്ടോ. അപ്പോൾ അവനൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു ഐസ്ക്രീം എടുത്തു, ഒരു ഡോണറ്റ് വാങ്ങിച്ചു, പിന്നെ കുറേ വാട്ടർമെലൺ എടുത്തു. കുഞ്ഞപ്പനി 5 മിനിറ്റ് കൂടുമ്പോൾ വിയർക്കുന്നത് കൊണ്ടേ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ വാട്ടർമെലൺ ജ്യൂസാണ് അവൻ എടുത്തത്. കുടിക്കാൻ എടുത്തത് വാട്ടർമെലൺ ജ്യൂസ്, കഴിക്കാൻ എടുത്തതും വാട്ടർമെലൺ തന്നെയാണ് കേട്ടോ. കാരണം ഈ തണ്ണിമത്തനിൽ ഒരുപാട് വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വിയർക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഈ വാട്ടർമെലനാണ്. കുഞ്ഞപ്പൻ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് അച്ഛനും മോനും കൂടി കളിക്കാൻ പോയി. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഈ ചേട്ടനും കാറിൽ കയറിയത് കാണുന്നത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ എങ്ങോട്ടോ പോയി, ഇവർ രണ്ടുപേരും കൂടി കളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ്റെ ഈ ലുലുവിലെ കാർഡ് തീർന്നിരിക്കുകയായിരുന്നു. നമ്മളവിടെ ചാർജ് ചെയ്യണമല്ലോ, അത് അതിൻ്റെ ഇത് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുതിയ കാർഡ് എടുത്തിട്ട് അവനെ ഗെയിംസിലെല്ലാത്തിലും കളിപ്പിച്ചു കേട്ടോ. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം പോയിട്ടും ഈ ഗെയിംസിലൊന്നും കളിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് പുതിയ കാർഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിപ്പിച്ചതാണേ. പിള്ളേർക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും കയറാൻ പറ്റുന്ന റൈഡ്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും ഒക്കെ കയറിയായിരുന്നു. അപ്പോൾ അതേ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നതാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് മക്കളെ കണ്ട് കേട്ടോ. അങ്ങനെ അവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുഞ്ഞപ്പം കളി തുടർന്നു. ഇത് ഒറ്റയ്ക്കാണ് കേട്ടോ ആൾ, ഇതിൻ്റെ അകത്ത് ആരും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് കയറിക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് കയറി. എൻ്റെ പൊന്നെ അവസാനം അവൻ ഇതിൽ കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ പൊക്കം നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് പിള്ളേരെ ഒറ്റയ്ക്ക് കയറ്റത്തില്ല. ആരെങ്കിലും പാരൻസ് അഡൽട്ട്സ് ആരെങ്കിലും കൂടെ വേണം. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ കാറിൽ കയറിയില്ലേ നീ ഇതിൽ കയറാൻ. എൻ്റെ പൊന്നെ ഞാൻ കാറി എനിക്ക് ഭയങ്കര പേടിയാണ്, ഈ ഹൈറ്റ് എനിക്ക് പേടിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ അടിപൊളി പരിപാടി നടക്കുകയാണെങ്കിൽ നോക്കിക്ക് ഒരാൾ നിൽക്കുന്നത് രജനി സാറ്. എൻ്റെ പൊന്നെ നമ്മുടെ രജനീകാന്തിനെ പോലെ തന്നെ ഒരു ചേട്ടനുണ്ട് കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ പുള്ളി ഒരിടക്ക് പുള്ളി വൈറലായിരുന്നു, ഒരിടക്കെന്നല്ല ഇപ്പോഴും പുള്ളി വൈറലാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഈ പാട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അടുത്ത് എല്ലാവരും ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റിയില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴും നല്ല സങ്കടമുണ്ട്. കാരണം കുഞ്ഞപ്പൻ ഇവിടെ നല്ല ഡാൻസും കളിയൊക്കെ ആയിരുന്നേ. അതുകൊണ്ട് ഇവൻ അങ്ങോട്ട് ഓടിച്ചെല്ലാം പറ്റിയില്ല. ഇവിടെ നിർത്തിയിട്ട് പുള്ളി ഇച്ചിരി അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നേ. അങ്ങനെ അടിപൊളി പാട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ബാൻഡിൻ്റെ സൂപ്പർ. എൻ്റെ പൊന്നെ ഇവരെ സമ്മതിക്കണം കേട്ടോ, എന്തോരം പാട്ടാ പാടിയെന്നറിയാമോ. ഒരു 10-11 മണി വരെയും നിർത്താണ്ട് ഇങ്ങനെ മാറി മാറി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞപ്പനും കൂട്ടുകാരുമാണെന്ന് ഫുൾ വൈബ് എന്ന് പറഞ്ഞാൽ നല്ല കളിയായിരുന്നു കേട്ടോ. ഇനി കുറച്ചുകൂടെ എനർജി ആയല്ലോ. ഞാൻ ഒരു മധുരക്കിനാവിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു. അവിടെ വെച്ച് കമ്പനി ആയതാണ് കുഞ്ഞപ്പനും ആ കൂട്ടുകാരെല്ലാവരും. എന്തൊരു വൈബായിരുന്നെന്ന് അറിയാമോ. എല്ലാ പിള്ളേരും കൂടി അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പാതിരാത്രി ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി അവൻ വീണ്ടും ഒരു വാട്ടർമെലൺ ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു പുറത്തുനിന്നൊരു കടയിൽ ചേട്ടൻ ഇതാണ് കഴിച്ചത്, ഞാൻ ഇതൊന്നും കഴിച്ചില്ല. ഞാനൊരു ദോശയാണ് വാങ്ങിച്ചു കഴിച്ചത്, മറ്റേ പ്ലെയിൻ റോസ്റ്റ് വാങ്ങിച്ചു കഴിച്ചേ. അപ്പോൾ അത്രയുള്ള ഗൈസ് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ഇത്രയേ ഉള്ളൂ.